ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സൗരങ്ങളെ, എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ലേ, ലൈഫൊക്കെ ഒന്ന് മാറ്റിപ്പിടിക്കണം, കുറച്ചുകൂടി ഒന്ന് മെച്ചപ്പെടണം, നല്ല മിടുക്കരാവണം, കുറച്ചുകൂടി സ്റ്റാൻഡേർഡായിട്ടൊക്കെ ജീവിക്കണം എന്നൊക്കെ നമ്മളൊക്കെ ആഗ്രഹിച്ചിട്ടില്ലേ? ആ, പരിശ്രമിച്ചിട്ടും ഉണ്ടാവും, പലപ്പോഴും പരാജയപ്പെട്ടിട്ടുണ്ടാവും. നമുക്ക് ഈശോയുടെ സഹായം എപ്പോഴും കൂടെയുണ്ടെന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ ശരിക്കും നമ്മുടെ ജീവിതം ഒന്ന് മാറ്റിമറിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഈശോയുടെ സഹായം തേടും നല്ലതല്ലേ? തീർച്ചയായിട്ടും ലൈഫൊക്കെ ഒന്ന് മാറ്റണം എന്നൊക്കെ ആഗ്രഹിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചില ആളുകളുടെ ഉപദേശം തേടും, നല്ല പുസ്തകങ്ങൾ തിരഞ്ഞുപിടിച്ച് വായിക്കും, ഇൻസ്പയറിംഗ് ആയ ആളുകളുടെ ജീവിതമൊക്കെ നോക്കി പഠിക്കും, ആളുകളോട് ഉപദേശം ചോദിക്കും. പ്രിയപ്പെട്ട നമ്മുടെ മുമ്പിലുള്ളവരും നമ്മുടെ മുമ്പിൽ വിജയിച്ച് കാണിച്ചവരും കുറച്ചുകൂടെ മെച്ചപ്പെട്ട് ജീവിതം കാണിച്ചു തന്നവരുടെയൊക്കെ മാതൃകകളൊക്കെ അനുസരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. പക്ഷേ ഒരു റിയൽ ചേഞ്ച്, ശരിക്കുമുള്ളൊരു മാറ്റം നമ്മുടെ ഉള്ളിലും വരണമെങ്കിൽ നമുക്ക് ആരുടെ കൂട്ട് വേണം? തീർച്ചയായിട്ടും ഈശോയുടെ ഒരു സാന്നിധ്യം, ഈശോയുടെ ഒരു സഹായം നമുക്ക് വേണം അല്ലേ? ഇന്നാളൊരു നമ്മുടെ ഒരു വൺ ഡേ ടോക്കിനിടയ്ക്ക് ഷെയർ ചെയ്ത ഒരു കാര്യം ഇന്ന് രാത്രി നിങ്ങളോട് അതിൻ്റെ ഒരു ചെറിയ ഫോർമാറ്റിൽ പറഞ്ഞു തരാൻ വേണ്ടി ആഗ്രഹിക്കുക. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ, പിന്നീട് സമയമെടുത്ത് വായിച്ചാൽ മതി, ഈശോ ഇങ്ങനെ പിശാചുബാധിതനായ ഒരു ചെറുപ്പക്കാരനെ സുഖപ്പെടുത്തുന്ന ഒരു സന്ദർഭം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അയാളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ എന്നതുണ്ട്. അയാൾ കല്ലറകൾക്കിടയിൽ താമസിച്ചു, അലറി വിളിച്ചു, ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ചിട്ടു, എന്നാൽ ആ ചങ്ങലയൊക്കെ അവൻ പൊട്ടിച്ചെറിഞ്ഞു, ആർക്കും അവനെ അടക്കി നിർത്താൻ പറ്റുന്നില്ല. അവനിങ്ങനെ അലറി വിളിച്ച് ആൻഡ് ഫൈനലി അവൻ തന്നെ ഇങ്ങനെ കുത്തി മുറിച്ച് സെൽഫ് അബ്യൂസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞത്. അപ്പോൾ ഇയാളുടെ അടുത്തേക്ക് ആരും പോകുന്നില്ല. കല്ലറയിലൊക്കെ ആരും പോകാൻ വേണ്ടിയിട്ടാണ്. കോട്ടയം കല്ലറയിൽ ആളുകൾ പോകും, പക്ഷേ ഈ കല്ലറകൾക്കിടയിൽ പോയി താമസിക്കുന്ന ആളുടെ അടുത്തേക്ക് ആരും പോകാൻ വേണ്ടിയിട്ടാണ്. പ്രിയപ്പെട്ട സൗരങ്ങളെ, അയാൾ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, അയാളെ കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല, അയാൾ ഇങ്ങനെ സ്വയം കീറി മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്ക്, ചിലപ്പോൾ നമ്മുടെ ലൈഫിൻ്റെ ഒരു സിറ്റുവേഷനൊക്കെ ആയിരിക്കാം അത്. നമുക്ക് ഈ കല്ലറയിൽ കിടക്കുന്ന അവസ്ഥ, ഒരു ജീവനില്ല, ആളുകൾ അടുത്ത് വരുന്നില്ല, സൗഹൃദങ്ങളില്ല, ആകെ മൊത്തം ഒരു ശൂന്യ അവസ്ഥയാണ്, ഒരു പ്രകാശമില്ല. കൊണ്ടേ വെക്കുന്ന പൂക്കൾ പോലും ഒരാഴ്ച കഴിയുമ്പോൾ വാടിപ്പോകുന്നു, കത്തിച്ച് വെച്ചിരിക്കുന്ന മെഴുകുതിരി ഒരു കാറ്റടിക്കുമ്പോൾ തീർന്നു പോകുന്നു. നമ്മുടെ ജീവിതമൊക്കെ അത്ര ഒരു എംപ്റ്റീനെസ്സിലേക്ക്, അർത്ഥമില്ലാത്ത അവസ്ഥയിലേക്കൊക്കെ ചിലപ്പോൾ പോയേക്കാം. നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന ചില പ്രലോഭനങ്ങൾ, ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ കുറേ മുള്ളുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി പല ചങ്ങലകളിട്ട് നമ്മളെ തന്നെ ഒന്ന് മുറുക്കി നിർത്തുന്നുണ്ട്, ഒന്ന് കൺട്രോൾ ചെയ്യണുണ്ട്. പക്ഷെ പറ്റുന്നില്ല, വീണു പോവാണ് പഴയ തെറ്റിലേക്ക്, പഴയ ശൂന്യതയിലേക്ക്. ഇനി നന്നാവണം എന്നൊക്കെ തീരുമാനിച്ചിട്ട് പിന്നെയും പരാജയപ്പെട്ടു പോവാണ്. ഇനി സങ്കടപ്പെടലെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ഇനി കരയരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പറ്റണില്ല. ഈ ചങ്ങലകൾ കൊണ്ടൊന്നും നമ്മളെ ലോക്ക് ചെയ്യാൻ പറ്റണില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല. എന്നിട്ടോ അതിൻ്റെ ഒരു റിസൾട്ടായിട്ട് നമ്മളിങ്ങനെ അലറി കരഞ്ഞ് നിലവിളിക്കുകയാണ്, സ്വയം മുറിപ്പെടുത്തുകയാണ്. രക്ഷപ്പെടാൻ പറ്റുന്നില്ല, ഒന്നും ശരിയാവുന്നില്ല, ജോലിയും ചെയ്യാൻ പറ്റണില്ല, പഠിക്കാൻ പറ്റണില്ല, കർത്താവെ പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്നില്ലോ എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ നമ്മൾ വിഷമിക്കും. ഇങ്ങനെ ആ ആളുമായിട്ട്, ഈ പിശാചുബാധിതനായ ഈ ചെറുപ്പക്കാരനുമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ബന്ധം, ഒരു കുഞ്ഞു കുഞ്ഞു ബന്ധങ്ങളൊക്കെ നമുക്കും ഉണ്ടെന്ന് തോന്നും. ഇതുപോലെ കടന്ന് കരയുന്ന നമ്മളെ തേടി ഒരാൾ വരുന്നുണ്ടെന്നുള്ളതാണ് ഈ കല്ലറകൾക്കിടയിൽ ഒരു വലിയ പ്രത്യാശ. ഈ ചങ്ങലക്കിടയിലും, ഈ അലറി വിളിക്കുമ്പോഴും, ഈ കീറി മുറിയുമ്പോഴും തേടി വരാൻ ഒരാളുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ. ആ തേടി വരുന്ന സ്നേഹത്തിൻ്റെ പേരാണ് ഈശോ. ഒരു വചനം മാത്രം നിങ്ങളൊന്ന് വായിച്ചാൽ മതി, പ്രത്യേകിച്ച് മർക്കോസിന്റെ സുവിശേഷത്തിൽ 5-ാമത്തെ അധ്യായം അതിൻ്റെ 15-ാമത്തെയും 16-ാമത്തെയും വാക്യാണ്. 15 വായിച്ചാൽ മതി. സ്പെഷ്യലായിട്ട് ഈശോ സൗഖ്യപ്പെടുത്തിയതിന് ശേഷം അയാളിൽ സംഭവിച്ചൊരു കാര്യം ഇതാണ്. പിശാചുബാധിതൻ വസ്ത്രം ധരിച്ച് സുബോധത്തോടെ അവിടെ ഇരിക്കുന്നത് അവർ കണ്ടു. ഇത്രയും കാലം ആ മനുഷ്യനെ കണ്ടതുപോലെയല്ല, ഇപ്പോൾ ആളുകൾ വന്ന് നോക്കുമ്പോൾ അവൻ വസ്ത്രം ധരിച്ച് സുബോധത്തോടെ അവിടെ ഇരിക്കുന്നു. ഈ 3 കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. വസ്ത്രം ധരിച്ചിട്ടുണ്ട്, സുബോധത്തോടെയാണ് അവൻ അവിടെ ഇരിക്കുന്നത് അവർ കണ്ടു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പെട്ടെന്നൊരു വായനയിൽ ഈശോ ഒരാളെ സൗഖ്യപ്പെടുത്തി, അയാൾ ഉടുപ്പൊക്കെ എടുത്തിട്ടു, അയാൾ അവിടെ എഴുന്നേറ്റ് ഓടാൻ പറ്റാത്തതുകൊണ്ട് ശാന്തനായിട്ട് ഇരുന്നു നമ്മൾ ചിന്തിക്കരുത്. ഈശോ സൗഖ്യപ്പെടുത്തുമ്പോണ്ടല്ലോ, എന്ന് വെച്ചാൽ ഈശോ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ, നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്നൊരു മാറ്റം, പിശാചുബാധയുള്ള ഒരുത്തൻ പിശാചിനെ ഒഴിവാക്കിയെന്ന് അല്ല, പിശാചുബാധയുള്ള ഒരുത്തൻ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിൽ നിന്നവൻ ഒരു മാലാഖയെ പോലെ ഉണരും എന്നാണ് പറയുക. നമുക്ക് ഇങ്ങനെ ഒരു വാക്കിട്ട് വായിക്കാന്ന് വിചാരിക്കുക, ഏഞ്ചലിക് അപ്ലിഫ്റ്റ്മെന്റ്, ഒരു മാലാഖമാരുടെ ഗണത്തിലേക്കുള്ള ഉയർച്ച. ഞാൻ ഈ പറഞ്ഞ ഈ വാക്കിന്റെ ഒരു അർത്ഥം ശരിക്കും ബൈബിളിൽ നിന്ന് മനസ്സിലാക്കാനുണ്ടെങ്കിൽ മർക്കോസിന്റെ സുവിശേഷത്തിൽ തന്നെ 16-ാമത്തെ അധ്യായം എടുക്കണം. അതിന്റെ 5-ാമത്തെ വാക്യാണ്. മാർക്കിന്റെ ഏറ്റവും അവസാനത്തെ അധ്യായമാണ്. 5-ാം വാക്യം ഇങ്ങനെയാ: അവൻ ശവകുടീരത്തിനുള്ളിൽ പ്രവേശിച്ചപ്പോൾ വെള്ളവസ്ത്രം ധരിച്ച് ഒരു യുവാവ് വലതുവശത്തിരിക്കുന്നത് കണ്ടു. ഈ സിറ്റുവേഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? ഈശോയുടെ ഉദ്ധാനത്തിന് ശേഷം ശിഷ്യന്മാരൊക്കെ ഇങ്ങനെ പത്രോസും യോഹന്നാനും ഒക്കെ കല്ലറയിൽ കാണാനൊക്കെ പോകുന്ന സന്ദർഭമൊക്കെ ഉണ്ടല്ലോ. മറ്റ് സ്ത്രീകളും ഒക്കെ പോയി നോക്കുന്നുണ്ട്. അവർ നോക്കുന്ന സമയത്ത് എന്താ കാണുക? അകത്തൊരു ചെറുപ്പക്കാരൻ വസ്ത്രം ധരിച്ച് ഇരിക്കുന്നത് കണ്ടു. സ്പെഷ്യലായിട്ട് എടുത്ത് പറയുന്നുണ്ട്, വെള്ളവസ്ത്രം ധരിച്ച് വലതുവശത്തിരിക്കുന്നത് കണ്ടു. ആരായിരുന്നു അത്?
ദൈവദൂതൻ, അല്ലെ, ഒരു മാലാക, an ഏഞ്ചൽ. ഇത് 2 വചനങ്ങളും കൂടെ നിങ്ങളൊന്ന് ചേർത്ത് ചിന്തിച്ചേ. ഈ പിശാച് ബാധിച്ച പയ്യൻ എന്താ ചെയ്യണേ? അവൻ വസ്ത്രം ധരിച്ച് അവിടെ ഇരിക്കുന്നത് അവർ കണ്ടു. ഇപ്പുറത്തെ അതേ സിറ്റുവേഷൻ, അതുപോലത്തെ ഒരു സിറ്റുവേഷൻ, കല്ലറയിൽ ഒരാൾ അവിടെ ഇരിക്കുകയാണ്, വസ്ത്രം ധരിച്ച് അവിടെ ഇരിക്കുന്നത് കണ്ടു. ആദ്യം കണ്ടത് പിശാച് ബാധ സൗഖ്യപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണ്. രണ്ടാമത് കണ്ടത് മാലാഖയാണ്. എന്ന് വെച്ചാൽ ഈശോ കല്ലറയിൽ ഏറ്റവും മോശപ്പെട്ട ഒരു അവസ്ഥയിൽ ഒരാളെ വന്ന് കണ്ടാൽ, അയാൾ എത്ര വലിയ പിശാച്, ഒരു ലീജിയൻ, ഒരു ബറ്റാലിയൻ പിശാച് പിടിച്ചവനാണെങ്കിൽ തന്നെ അവനെ ഈശോ ഉയർത്തുന്നത് ചുമ്മാ ഒരു സൗഖ്യത്തിലേക്കല്ല, ഒരു ഏഞ്ചലിക് അപ്ലിഫ്റ്റ്മെന്റ്, മാലാഖമാരുടെ ഗണത്തിലേക്ക് ഉയർത്തും. പ്രിയപ്പെട്ട സൗരങ്ങളെ, എനിക്കും നിങ്ങൾക്കും നന്നാവണം എന്ന് ആഗ്രഹമുണ്ട്, ബെറ്റർ ആവണമെന്ന് ആഗ്രഹമുണ്ട്, ഇങ്ങനെ ഒന്ന് മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കേണ്ടെന്ന് ആഗ്രഹമുണ്ട്, ഇനിയും വെല്ലുവിളികൾ വന്നാൽ ഇടിച്ചിടിച്ച് കയറണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ പറ്റണില്ല. നമ്മുടെ ഉള്ളിൽ ഒരു ശക്തി കിട്ടുന്നില്ല. നമുക്ക് വേണ്ട ശക്തി ആരുടേതാണ്? നിരാശയിൽ നിന്ന് ഒഴിവാകാൻ, ഈ കല്ലറയിൽ നിന്ന് കയറിപ്പോരാൻ വേണ്ടിയിട്ട്, ഈ ചങ്ങല പൊട്ടിച്ചെറിയാൻ ഇനി മസിൽ പിടിക്കാതെ ഇതേ കർത്താവിൻ്റെ കരം അങ്ങ് പിടിക്കും. കർത്താവ് കരം പിടിച്ച ഈ ചങ്ങലക്കിട്ട് പൂട്ടുകയല്ല, സ്നേഹം കൊണ്ട് ഒരു സ്വാതന്ത്ര്യം തന്ന് പിന്നെ നമുക്ക് മാലാഖമാരെ പോലെ പറന്ന് നടക്കാൻ പറ്റും, ഫ്രീ ആകാൻ പറ്റും. ഇല്ലെങ്കിൽ ലോകം തരുന്ന കൺട്രോളുകൾ, നമ്മുടെ മനസ്സിന് നമ്മൾ ഇടുന്ന കൺട്രോളുകൾ എല്ലാം പൊട്ടിച്ചിതറിപ്പോവും. അവസാനം നന്നാവുന്നില്ലോ എന്ന് തോന്നുമ്പോൾ നമ്മൾ തന്നെ നമ്മളെ കീറി മുറിക്കും, കരയും. നമുക്കതൊക്കെ അവസാനിപ്പിക്കണ്ടേ? യു ഹാവ് എ ടുമോറോ, നാളെ ഒരു പുത്തൻ ദിവസമുണ്ട്. സ്വന്തം കഴിവിലൊന്നും ആശ്രയിക്കണ്ട, സ്വന്തം തീരുമാനത്തിലൊന്നും നിൽക്കണ്ട. അതൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ തകർന്നരിപ്പണായില്ലേ? ഒന്നുകൂടെ ഈശോയുടെ കൈ പിടിച്ചേ, മാലാഖമാരുടെ ഗണത്തിലേക്ക് ഉയർത്തുന്നേ. ഈശോയുടെ ഒരു സ്പെഷ്യാലിറ്റി എപ്പോഴും അങ്ങനല്ലേ? ഈ വല നന്നാക്കിക്കൊണ്ട് നടന്ന യോഹന്നാനെ പിടിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ചവനല്ലേ ഈശോ? ചുങ്കം പിരിച്ചുകൊണ്ട് നാട്ടുകാരുടെ ചീത്ത മുഴുവൻ കേട്ടുകൊണ്ട് മത്തായിയെ പിടിച്ച് സുവിശേഷം എഴുതിപ്പിച്ചവനല്ലേ ഈശോ? ഇത് തെറ്റായ വഴിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലമ്പും കാണിച്ചിട്ട് പോയ വഴി കൂടെ എല്ലാവരെയും വെട്ടിക്കൊന്ന് നടന്ന പൗലോസ്ലിയായെ പിടിച്ച് അപ്പസ്തോലനാക്കിയവനല്ലേ നമ്മുടെ ഈശോ? അങ്ങനെയെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്ര മോശമെന്ന് നമ്മൾ പറഞ്ഞാലും, ചുറ്റുമുള്ള ഒരു വിധി എഴുതിയാലും, ഒരു മാലാഖയുടെ ഗണത്തിലേക്ക് എടുത്ത് ഉയർത്താൻ പറ്റുന്നവനല്ലേ നമ്മുടെ ഈശോ? അവൻ്റെ അടുത്ത് വസ്ത്രം ധരിച്ച് സുബോധത്തോടെ അവൻ്റെ അടുത്തിരിക്കാൻ, ഈശോയുടെ അടുത്തിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സൂപ്പർ ഹയർ കോൾ, ഒരു വിളി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് കണ്ട് കഴിഞ്ഞ കാലത്തെക്കുറിച്ചോ വേദനിച്ച ഇടങ്ങളെക്കുറിച്ചോ തീരുമാനങ്ങൾ എടുത്ത് പൊട്ടിപ്പാളീസായതിനെക്കുറിച്ചോ ഒന്നും ഓർത്ത് വിഷമിച്ചിരിക്കാതെ, കമോൺ, ഹീസ് വെൽക്കമിങ് യു ടു ആൻ ഏഞ്ചലിക് അപ്ലിഫ്റ്റ്മെന്റ്. മാലാഖമാരുടെ ഗണത്തിലേക്ക് ഉയരാൻ അവൻ നമ്മളെ വിളിക്കുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങുക. ഈശോയെ, ഇനി ഒരു ചങ്ങലയും എന്നെ ബന്ധിക്കണ്ട, ഇനി ഒരു കല്ലറയുടെ അനുഭവം എനിക്ക് വേണ്ട. എൻ്റെ ഏറ്റവും മോശമായ അവസ്ഥയിലും ഇതാ ഞാൻ നിൻ്റെ കയ്യിലേക്ക് എന്നെ തരുന്നു, എൻ്റെ പ്രിയപ്പെട്ടവരെ തരുന്നു. മാലാഖമാരുടെ ഗണത്തിലേക്ക് ഞങ്ങളെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ച് ഇന്ന് രാത്രിയിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സമാധാനമായിട്ട് കിടന്നുറങ്ങൂ. നാളെ എഴുന്നേക്ക്, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കൂ. ഈശോയുടെ സാന്നിധ്യമായി ഈ ലോകത്തിൽ നിങ്ങൾ ജീവിക്കൂ. നമുക്കങ്ങനെ പരസ്പരം സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈശോയുടെ അനുഗ്രഹം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.